എൻ്റെ PhD പഠനവും തീരദേശ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ആണുള്ളത്. സോഷ്യൽ മൊബിലിറ്റി എന്ന് പറഞ്ഞ ലാർജർ തീം എന്നാണ് ഞാൻ എൻ്റെ പഠനം തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. എങ്ങനെയാണ് സോഷ്യൽ മൊബിലിറ്റി ക്വസ്റ്റ്യൻ ഫിഷിംഗ് കമ്മ്യൂണിറ്റിയിൽ വർക്ക് ചെയ്യണമെന്നുള്ളത്. പിന്നെ ഇപ്പം 4ാമത്തെ വർഷമായി. അപ്പോൾ ഒരു 2-3 ഡിസ്ക്ലെയിമർ എങ്ങനെയാണ് ഞാൻ ഈ സ്ഥലത്ത് എത്തിപ്പെട്ടത് എന്നുള്ളതിനെ പറ്റി ഇപ്പം ഞാൻ പറയാൻ പോണതിനെ പറ്റിയിട്ട് പറയുന്നതിന് മുമ്പ് 2-3 ഡിസ്ക്ലെയിമർ ഞാൻ പറയാം. ഒന്ന് എന്താണെന്ന് വെച്ചാൽ എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ആണ്, പേഴ്സണൽ അണ്ടർസ്റ്റാൻഡിങ് ആണ്. അപ്പോൾ മൈ റിസർച്ച് ഇൻട്രസ്റ്റ് എന്ന് നമ്മൾ എല്ലാവരും പറയണ സാധനം ആക്ച്വലി മൈ റിസർച്ച് ഇൻട്രസ്റ്റ് അല്ല. അതിൽ വേറെ കുറേ ഫാക്ടറുകൾ ഉണ്ടാവും. ഒബ്വിയസ് ആയിട്ടുള്ള ഒന്ന് ഫണ്ടിങ് ആണ്. ഇപ്പോൾ ഫണ്ടിങ് എന്താണോ റിസർച്ച് പ്രൊമോട്ട് ചെയ്യണത് അത്തരത്തിലുള്ള റിസർച്ചുകൾ നമ്മൾ പോയി ചെയ്യും. രണ്ടാമത്തത് ഒരു മാർജിനൽ ലെവൽ മുസ്ലിമായിട്ടുള്ള ഒരാൾക്ക് ക്യൂരിയോസിറ്റിക്ക് അപ്പുറത്ത് വേറൊരു സാധനക്കാരും റിസർച്ച് ടോപ്പിക് എടുക്കാനും പലപ്പോഴും ബാധ്യത ഉണ്ടാവുക. നമ്മൾക്കൊരു പോപ്പുലർ നെറേറ്റീവ് തിരുത്തേണ്ട ഒരു ആവശ്യം ഉണ്ടാവും. അപ്പം നമ്മൾ ക്യൂരിയോസിറ്റി ആവില്ല നമ്മളെ ഡ്രൈവിങ് ഫോഴ്സ്. നമ്മൾക്കൊരു ബാഗേജ് ഉണ്ടാവും. ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പോയി റാൻഡംലി നോക്കുമ്പോൾ തന്നെ മുസ്ലിങ്ങളായിട്ടുള്ള അധികം ആൾക്കാർ മുസ്ലിങ്ങളെ പറ്റിയിട്ടുണ്ടാവും റിസർച്ച് ചെയ്യണത്. ബാക്കിയുള്ള ആൾക്കാർ പല ടോപ്പിക്കിനെ പറ്റിയിട്ടും അവർക്ക് എന്താണോ ക്യൂരിയോസിറ്റി ഉള്ളത്, ഡാൻസ് ആവട്ടെ, സ്ട്രീറ്റ് എന്ത് സാധനം ആവട്ടെ, അവർ അതിനെ പറ്റിയിട്ടൊക്കെ റിസർച്ച് ചെയ്യും. പക്ഷേ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്ക് കമ്മ്യൂണിറ്റിയത്തെ ഒരു പ്രശ്നത്തിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് നമ്മൾ റിസർച്ച് ക്വസ്റ്റ്യന് റിസർച്ച് ലിമിറ്റേഷന് അതിൽ നിന്നാണ് പലപ്പോഴും തുടങ്ങുന്നത്. അപ്പോൾ ഇതൊന്ന്. അതേപോലെ തന്നെ വേറൊരു പുഷ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ട് ചിലപ്പോൾ എൻ്റെ മാത്രം തോന്നലോ, ഈ മുസ്ലിം കാസ്റ്റ് ക്വസ്റ്റ്യനെ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു പുഷ്. അതായത് ഇസ്ലാമിൽ കാസ്റ്റ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണ ഒരു രീതിയിൽ, ഇപ്പോൾ പ്രൂവ് ചെയ്താൽ നമുക്ക് എന്തോ പ്രത്യേകിച്ച് ഒരു ഗിഫ്റ്റ് കിട്ടും, അങ്ങനത്തെ ഉള്ളൊരു രീതിയിലൊരു പുഷ്. പിന്നെ സൂപ്പർവൈസർ ഒരു സവർണ ബ്രാഹ്മിൻ ലേഡി. അപ്പോൾ അവർ ഫീൽഡ് നോട്ട് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അവരിൻ്റെ അടുത്ത് പറയും ഇത് കാസ്റ്റാണ്. അപ്പോൾ നമ്മളൊരു കൺക്ലൂഷൻക്ക് എത്തുന്നതിൻ്റെ മുമ്പ് തന്നെ അവർ നമ്മൾ പുഷ് ചെയ്യും ഇത് കാസ്റ്റാണ്. അല്ല, വേറെ സ്ഥലത്ത് പ്രസൻറ്റ് ചെയ്തിരുന്ന സമയത്തും ഇത് കാസ്റ്റാണ് എന്നുള്ള രീതിയിലാണ് ഇത് എപ്പോഴും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾക്ക് പറഞ്ഞു തരില്ല അങ്ങനെയായിരുന്നു. അപ്പോൾ നമ്മളെ കുറേ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾക്കൊരു റെസിസ്റ്റൻസ് ഉണ്ടാവും ഈ സാധനത്തിനോട് എതിരായിട്ട് വർക്ക് ചെയ്യണം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് പബ്ലിഷ് ചെയ്തിട്ടുള്ള സ്മെല്ല് എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പറിൽ ജോയിലി ആയിരുന്നു എൻ്റെ മെൻറ്റർ. അപ്പോൾ അതിൽ ഞാൻ കാസ്റ്റ് ലെൻസ് അല്ല, ഇന്ത്യയിൽ സാധാരണ സെൻസറി സ്റ്റഡീസ് കൂടുതൽ ഉപയോഗിച്ച് കാസ്റ്റ് റിലേറ്റഡ് ലെൻസാണ്. അതായിരുന്നു സ്മെല്ലിനെ മനസ്സിലാക്കാൻ ഉണ്ടാക്കിയിരുന്ന ഒരു ഡോമിനൻ്റ് തിയററ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ്. ഞാനതിൽ കാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ലെൻസ് എല്ലാം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അത് വേറെ തരത്തിലുള്ള ഹയറാർക്കിയാണ്, അത് മൊബിലിറ്റിയുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഞാൻ എന്നെ പറഞ്ഞത്. അപ്പോൾ ജോയിലിൻ്റെ അടുത്ത് ചോദിച്ചു ഈ മെൻറ്റർഷിപ്പിൻ്റെ സമയത്ത് ഷാദാബ് എന്തുകൊണ്ടാണ് കാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ലെൻസ് ഉപയോഗിക്കാത്തത്. ഞാൻ പറഞ്ഞു ഈ ഒരു പുഷ് ഒഴിവാകാൻ വേണ്ടിയിട്ട് കാസ്റ്റ് മനഃപൂർവ്വം ഉപയോഗിക്കാതിരുന്നതാണ്. അപ്പം ഞാൻ ഇത് പറഞ്ഞു വരുന്നതിൻ്റെ വേറൊരു അർത്ഥം ഇസ്ലാമിൽ കാസ്റ്റ് ഇല്ല എന്ന് ഞാൻ വാദിക്കണില്ല, ഹയറാർക്കി ഇല്ല എന്ന് ഞാൻ വാദിക്കണില്ല. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പ്രശ്നത്തിനെ പറ്റി മുണ്ടായിരിക്കുക, അപ്പോൾ ആ പ്രശ്നം നമ്മളെ പ്രശ്നം ആവാതിരിക്കും എന്നുള്ള ഒരു തോന്നലിൽ നിന്നാണ് ഞാനിത് പറയുന്നത്. അപ്പം ഞാനൊരിക്കലും ഈ സാധനം പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ ആർഗ്യൂ ചെയ്യണത് കാസ്റ്റ് ഇല്ല എന്നല്ല, ഹയറാർക്കി ഇല്ല എന്നല്ല, ആ ക്വസ്റ്റിനെ അഡ്രസ്സ് ചെയ്യണില്ല. അവിടെ നിന്നാണ് ഞാൻ ഇതിനെ പറയാൻ തുടങ്ങുന്നത്. ഈ ഫിഷിംഗ് കമ്മ്യൂണിറ്റിനെ പറ്റിയിട്ട് കേരളത്തിൽ അല്ലെങ്കിൽ മുസ്ലിം ഫിഷിംഗ് കമ്മ്യൂണിറ്റിനെ പറ്റിയിട്ടുള്ള പഠനങ്ങളിൽ ഒരു പ്രിമൈസ് എന്താണെന്ന് വെച്ചാൽ അവർ ഇൻഫീരിയർ പൊസിഷനാണ് അവർക്കുള്ളത്. മെയിൻലൈൻ കമ്മ്യൂണിറ്റി, അത് മാപ്പിള മുസ്ലിംസിനോട് അവർ കമ്പയർ ചെയ്യുമ്പോൾ അവർക്കൊരു ഇൻഫീരിയർ പൊസിഷനാണുള്ളത്. അവിടെ നിന്നാണ് നമ്മൾ ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യണത്. ആ അണ്ടർസ്റ്റാൻഡിങ് നിന്നാണ് ഫീൽഡ് നമ്മൾ തുടങ്ങണത് തന്നെ. അപ്പോൾ അങ്ങനെ തുടങ്ങുമ്പോഴുള്ളൊരു പ്രശ്നം, നമ്മൾ ഏത് പ്രിമൈസിൽ നിന്നാണോ തുടങ്ങുന്നത് ആ പ്രിമൈസിനെ നമ്മൾ ഒരിക്കലും ചോദ്യം ചെയ്യില്ല. നമ്മളെ പ്രിമൈസിനെ മുന്നോട്ട് കൊണ്ടുപോകണ ഫീൽഡ് ഡാറ്റ അയക്കാരും പലപ്പോഴും കാണാൻ ശ്രമിക്കില്ല. അപ്പോൾ ഈ പുസ്ലാൻ എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ്, അതിൻ്റെ ഒരു ജീനിയോളജി, ആ കമ്മ്യൂണിറ്റിൻ്റെ ജീനിയോളജി ഒരു പോപ്പുലർ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള സാധനം, അത് പുതിയ മുസ്ലിം എന്ന് പറഞ്ഞിട്ടുള്ള അതാണ് അവരുടെ ഒരു പേര്. അപ്പോൾ പുതിയ മുസ്ലിം പുതുതായിട്ടുള്ളത് എന്നുള്ളത് പലപ്പോഴും ഒരു നല്ല കാര്യമാണ്. അപ്പോൾ പുതിയ ഷർട്ട്, അങ്ങനെ പുതിയൊരു സാധനം എപ്പോഴും ഒരു ന്യൂനെസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു പോസിറ്റീവ് ആട്രിബ്യൂട്ട്സ് ആണ് പലപ്പോഴും ഉണ്ടാവില്ല. പക്ഷേ ഫിഷിംഗ് കമ്മ്യൂണിറ്റിൻ്റെ കാര്യത്തിൽ പുതിയ മുസ്ലിം എന്ന് പറയുമ്പോൾ അതൊരു പോസിറ്റീവ് ആട്രിബ്യൂട്ട് അല്ല. അവർ ഫുള്ളി മുസ്ലിം ആയിട്ടില്ല, ഇപ്പം കണ്ട് വന്നിട്ടുള്ളൂ
ഇനിയും കുറേ പഠിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തിയോളജിക്കലി അവരൊരു ഇൻഫീരിയർ പൊസിഷനിലാണ് ഉള്ളത്. സെയ്ദലവിൻ്റെ പേപ്പറിലാണെന്നുണ്ടെങ്കിൽ മൂപ്പര് പറഞ്ഞ മെയിൻ മാപ്പിള മുസ്ലിംസ് അവരെ റാഷണലൈസ് ചെയ്യലത് അങ്ങനെ തന്നെ. അവർ ചിലപ്പോൾ നിസ്കരിക്കില്ല, അവർ സ്ത്രീകൾ മര്യാദക്ക് നടക്കില്ല, ടൗണിൽ പോകുമ്പോൾ അവർ സംസാരിക്കുന്ന രീതിക്ക് വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ സാധനത്തിനൊക്കെ ഉള്ള അണ്ടർസ്റ്റാൻഡിങ്ങും പുതിയ മുസ്ലിം എന്ന് പറഞ്ഞിട്ടുള്ളത് പുതുതായിട്ട് ഇസ്ലാമിലേക്ക് വന്ന ആൾക്കാരാണ്. ഇനിയും തിയോളജിയിൽ അവർ കുറേ അല്ലെങ്കിൽ ഇസ്ലാമിനെ പറ്റിയിട്ട് കുറേ പഠിക്കാനുണ്ട് എന്നുള്ളത്. ഞാൻ ആദ്യം ഇതിൽ ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ പ്രിമൈസിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ശ്രമിക്കുക. ഈ പ്രിമൈസിൻ്റെ അപ്പുറത്തേക്ക് കടക്കാൻ എങ്ങനെ പറ്റുക, ഈ പ്രിമൈസിൻ്റെ അപ്പുറത്തേക്ക് കടക്കുമ്പോൾ ഉണ്ടാവുന്നത് എന്താണ്. അതിൽ 3 കാര്യമാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഫീൽഡിനോട്ട് മാത്രമാണ് കേട്ടോ, ഒരു പ്രത്യേകിച്ച് ആർഗ്യുമെൻറ്റ് ഡെവലപ്പ് ചെയ്തിട്ടൊന്നുമില്ല. ഫീൽഡിനോട്ട് ഞാൻ പ്രസൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് തോന്നണ എന്താണോ അതുപോലെ പറയാം. പിന്നെ ഒന്ന് ഈ പുസ്ലാൻ എന്ന് പറഞ്ഞിട്ടുള്ള വേർഡിൻ്റെ 3 തരത്തിലുള്ള സ്റ്റോറികൾ ഈ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ആ 3 സ്റ്റോറികൾ എന്താണെന്ന് ഞാൻ പ്രസൻറ്റ് ചെയ്യാം. രണ്ടാമത്തത് ബോഡി ആട്രിബ്യൂട്ട്സ്, അതായത് ഫിഷിംഗ് കമ്മ്യൂണിറ്റി എപ്പോഴും ഒരു വാലറൈസ്ഡ് ബോഡി, ഒരു മാസ്കുലിൻ ബോഡി അവർക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില നെറേറ്റീവുകൾ. പിന്നെ മൂന്നാമത്തത് ലിറ്ററേച്ചറിൽ എപ്പോഴും പറയുന്ന ഒരു സാധനം, കല്യാണങ്ങൾ ഫിഷിംഗ് കമ്മ്യൂണിറ്റിയും അല്ലാത്ത കമ്മ്യൂണിറ്റിയും തമ്മിൽ കല്യാണങ്ങൾ നടക്കില്ല. അപ്പോൾ അത് എൻഡ് ഓഫ് ദ സ്റ്റോറിയാണ്, അങ്ങനെ ഒരു കല്യാണം നടക്കുന്നില്ല. പക്ഷെ അതിൻ്റെ അപ്പുറത്ത് വേറെ തലത്തിലുള്ള ഡിസ്കഷനുകൾ, കല്യാണത്തിനെ പറ്റിയിട്ടുള്ള ബാക്കിയുള്ള ഡിസ്കഷനുകൾ എങ്ങനെയാണ് നടക്കുന്നത്, ഈ 3 കാര്യങ്ങൾ നോക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഞാൻ ഇത് കഴിഞ്ഞ ജൂൺ മാസത്തിലും ഈ മാസത്തിലുമായിട്ടുള്ള 2 മാസത്തെ ഫീൽഡ് വർക്ക് നോട്ടാണ് ഇതിൽ കാര്യമായിട്ടുള്ളത്. ഞാൻ ഫീൽഡ് നോട്ട് ചില സമയത്ത് വായിക്കാം. ഞാൻ എങ്ങനെയാണ് ഫീൽഡ് നോട്ട് എത്തനോഗ്രഫി, ഫീൽഡ് നോട്ട് എങ്ങനെയാണ് എഴുതിയിരിക്കണമെന്ന് അത് മനസ്സിലാവാൻ ചിലപ്പോൾ ശ്രമിക്കും. ഇതിനെക്കാളും നല്ല എത്തനോഗ്രഫി നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. പക്ഷെ ഞാൻ എങ്ങനെ എത്തനോഗ്രഫി ഫീൽഡ് നോട്ട് എഴുതിയിരിക്കണം എന്നുള്ളത്. അപ്പോൾ ഒരു സ്റ്റോറി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഇപ്പോൾ പുസ്ലാൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു പുതു മുസ്ലിമാണ്. അപ്പോൾ ഇസ്ലാമിന് ഫുള്ളി അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്ത അത് മാത്രമല്ല, ഇസ്ലാമിന് ഫുള്ളി അണ്ടർസ്റ്റാൻഡിങ് ഇല്ല എന്ന് മാത്രമല്ല, അവർക്കൊരു ഇസ്ലാമിക് ട്രഡീഷൻ ക്ലെയിം ചെയ്യാനില്ല. അങ്ങനത്തെ ഒരു ക്ലെയിമും കൂടി അതിലുണ്ട്. അവർ പുതുതായിട്ട് വന്ന് അവർക്ക് ഇസ്ലാമിലൊരു പാരമ്പര്യം അവർക്ക് പറയാനില്ല കേരളത്തിൽ. അതാണ് ഒരു നെറേറ്റീവ്. രണ്ടാമത്തെ ഫിഷിംഗ് കമ്മ്യൂണിറ്റിക്കാർ പറയുന്ന ഒരു നെറേറ്റീവ് ഉണ്ട്, അതായത് അപ്പു ദ ഫസ്റ്റ് മുസ്ലിം. അതായത് കേരളത്തിലേക്ക് മാലിക് ദിനാറും കൂട്ടരും വന്നപ്പോൾ ഒരു കൊടുങ്ങല്ലൂരെത്തി. അപ്പോൾ ആദ്യമായിട്ട് ഇസ്ലാം സ്വീകരിച്ച ആൾ അപ്പു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിഷർമാൻ ആയിട്ടുള്ള ആളാണ്. അപ്പോൾ അതിൽ നിന്നാണ് പുസ്ലാൻ എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് വരുന്നത്. അതായത് കേരളത്തിലെ ഏറ്റവും പുതിയ മുസ്ലിമാണ്. അപ്പോൾ നമ്മളിപ്പോൾ പുതിയ മുസ്ലിം പുസ്ലാൻ എന്ന് പറയുമ്പോൾ ആക്ച്വലി അതിൻ്റെ അർത്ഥം പഴയ മുസ്ലിം എന്നാണ്, പുതിയ മുസ്ലിം എന്നല്ല. അന്നത്തെ കാലത്ത് ഇസ്ലാം വന്ന കാലത്താണ് അത് പുതിയ മുസ്ലിം. പിന്നെ ഇസ്ലാം തീരദേശത്തു നിന്നാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കോസ്റ്റൽ ബെൽറ്റിലാണ് ആദ്യത്തെ ഉലമാക്കളും എല്ലാവരും ഉണ്ടായിട്ടുള്ളത്. അതായത് കോസ്റ്റൽ ബെൽറ്റ് ഒരു സാക്രഡ് ലാൻഡാണ്. ഇപ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പോകുമ്പോൾ കോസ്റ്റൽ ഏരിയയിൽ നിങ്ങൾക്ക് കുറേ ദർഗ കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു സാധനവുമായി ബന്ധപ്പെടുത്തിയിട്ട് അവർ ഈ നെറേറ്റീവിന് നേരെ തിരിച്ചു പറയുന്നുണ്ട്. അതായത് അവർ ഈ ഓൺ ചെയ്യുന്ന ഒരു രീതിയിൽ ഇപ്പോൾ ഏത് കാര്യം കൊണ്ടാണോ ഫിഷിംഗ് കമ്മ്യൂണിറ്റിനെ തള്ളി പറയണത് ആ സെയിം സാധനത്തിന് അവർ തിരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഉണ്ടാവണമെന്ന് വെച്ചാൽ അവർക്കാണ് ട്രഡീഷൻ ക്ലെയിം ചെയ്യാനുള്ളത്. ഇസ്ലാമിക് ട്രഡീഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിറ്റി പിന്നെ പുസ്ലാൻ കമ്മ്യൂണിറ്റിയായി മാറും. അപ്പോൾ ഇനി ഈ കുറച്ച് ഇതിൻ്റെ ഫീൽഡ് നോട്ട് ഞാൻ വായിക്കും. അതിൻ്റെ ടൈറ്റിൽ അപ്പു ദ ഫസ്റ്റ് മുസ്ലിം. Apu was his name. He was a fisherman and first Muslim to embrace Islam in Kerala after Chairman Perumal. Apu belonged to Kodungalur and welcomed Malik Dinar and team, a religious scholar who embarked on a journey to Kerala to teach Islam. Apu offered them tender coconut. Does this land belong to you? Malik Dinar asked a clarification question to ascertain that the tender coconut is halal. മാലിക് ദിനാർ ചോദിക്കും, നിങ്ങളെ തന്നെയാണോ ഈ ഇളനീര്? അപ്പോൾ ഹലാൽ ക്വസ്റ്റ്യൻ ഉണ്ടായതുകൊണ്ട് മൂപ്പര് അപ്പൂൻ്റെ അടുത്ത് ചോദിക്കും. യെസ്, ദിസ് ലാൻഡ് ബിലോങ്സ് ടു മീ. ഐ ഓൺ ദിസ് പ്ലീസ് ഹാവ് ഇറ്റ്. അപ്പു ക്ലാരിഫൈഡ്. ദേ ഹാഡ് ദ ടെൻഡർ കോക്കനട്ട് ആൻഡ് ലേറ്റർ പെർഫോം ദ നമാസ് ഓൺ ദ ബീച്ച്. അപ്പോൾ അവർ വന്ന ആൾക്കാർ ആദ്യം തന്നെ, ഇത് തീരദേശത്തുള്ള വയസ്സായ ആൾക്കാർ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോറി.
Seeing the namaz on the beach, Appu was fascinated, intrigued and attracted to the prayer. He embraced the Islam on the beach. Kader, making sure that I follow his story, made explicit the message. The first Muslim to embrace Islam in Kerala was a fisherman. Kader reiterated the statement. Kunyibava nodded, rectifying the point. Kader and Kunyibava are elderly fishermen from Parwana coast. You can't study Muslim without studying history, Kader instructed me. I smiled shyly with a sense of embarrassment. Kader pinpointed the weakness of my research. If you travel from Kasaragod to Trivandrum through the coastal belt, you will see a lot of dargah. There is one dargah here as well. It is the land of where noble people lived. Kunyibava steps in. Kunyibava continued. It is a dargah of Kunyimarakar in Parwana. A long back, he fought against the Portuguese at sea. They abducted a Muslim girl and took her to the ocean. Kunyimarakar went and fought against them and became a shaheed. The story goes that Kunyibava started narrating. Kunyimarakar belonged to Ponnani, and on his wedding day, the anxious news spread that the Portuguese had abducted a Muslim girl from Ponnani and taken her into the sea. Upon hearing the news, Kunyibava sought his mother's blessing and embarked on a journey to the ocean to save the girl. He valorously fought against the Portuguese and saved the girl. However, he embraced his destiny, that of a shaheed. Portuguese cut his body into 7 pieces, and the neck fell ashore in Parwana. The body soon revealed its karamat. No animal or bird bite the body, and a constant shadow protected it from the merciless sun. The Parwana beach is locally known as Velam Beach, which translates to neck. അതായത് ഇത് ഒന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പു എന്ന് പറഞ്ഞിട്ടുള്ള ആളെ കഥയാണ്. രണ്ടാമത്തെ പറഞ്ഞിട്ടുള്ളത് മൂപ്പര് ഒരു ക്ലെയിം നടത്തിയ പറയുമ്പോൾ കോസ്റ്റൽ ബെൽറ്റിൽ എല്ലായ്പ്പോഴും കുറേ ദർഗകൾ കാണാൻ പറ്റും. ഒരു ദർഗ പറവണ്ണയുണ്ട്. അപ്പോൾ പറവണ്ണ ബീച്ചിൽ നിങ്ങൾ പോയിട്ടുണ്ടോ എന്നറിയില്ല. ബീച്ചിൻ്റെ അടുത്ത് തന്നെ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിലാണ് ഈ ദർഗകൾ, കുഞ്ഞുമരക്കാരുടെ ദർഗകൾ. അപ്പോൾ അവരുടെ സ്റ്റോറി പോകണമെന്ന് കുഞ്ഞുമരക്കാർ ഈ ഫൈറ്റ് ചെയ്ത് പൊന്നാനിൽ നിന്ന് പോയി ഫൈറ്റ് ചെയ്ത് 7 കഷ്ണങ്ങളായി. അതിൽ ഒന്ന് വേളം എന്നാണ് ആ ബീച്ചിന് നാട്ടിലുള്ള ആൾക്കാർ പറയൽ. കഴുത്തിൻ്റെ ഈ ഭാഗത്ത് മാത്രമാണ് അവിടെ വീണിട്ടുണ്ടായിരുന്നത്. അതാണ് അവിടെയുള്ള ഈ ദർഗയിലുള്ളത്, ഈ ഭാഗം. Didn't I tell you it is a land of noble people? Kader declared. Kader added that many people named Kunyimarakar could still be found in coastal area. In July, it usually rains incessantly with a few moments of break. My routine was that after Asar Namaz, my wife Jisna and I would go to Parwana beach and meet Kunyibava and Kader. We have a particular place to sit. This ethnographic episode happened on such an evening. When rain comes, we run to the nearby shop or the fish shed and continue our conversation. Mostly, Kunyibava would announce Odiko or Mandiko, run, signaling the arrival of rain. And he reaches the fish shed first. We would follow his bidding and reach after him. ഞാൻ പറഞ്ഞു വേറെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഈ ഇൻഫീരിയർ പ്രിമൈസ് വെച്ചിട്ടാണ് നമ്മൾ ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യൽ. അപ്പോൾ ഈ പ്രിമൈസിനെ ക്വസ്റ്റ്യൻ ചെയ്യണ ഒരു കഥയാണ് ഇവരിപ്പോൾ പറഞ്ഞ അപ്പു എന്ന് പറഞ്ഞിട്ടുള്ള മുസ്ലിമിൻ്റെ കഥ. അതായത് അതിൽ നേരത്തെ ഇരിക്കും. അപ്പോൾ ഈ പ്രിമൈസ് വെച്ചിട്ട് എൻ്റർ ചെയ്യുമ്പോൾ അടുത്ത ഞാൻ വായിക്കാൻ പോണത് അവർ പറയണത് ഈ പ്രിമൈസ് നമ്മളെ എത്നോഗ്രഫിക് മിസ്അണ്ടർസ്റ്റാൻഡിലേക്ക് നയിക്കും. അതായത് നമ്മൾ കാണുന്ന സാധനത്തിൻ്റെ യഥാർത്ഥ അർത്ഥം അതാവില്ല. നമ്മൾ ഈ ഇൻഫീരിയർ പൊസിഷൻ വെച്ചിട്ടാവും നമ്മൾ ഫീൽഡിനെ നോക്കുന്നത്. അപ്പോൾ നമ്മൾ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലേക്കാവും പോവുക. ആ ഭാഗം ഞാൻ വായിക്കും. വിയറിങ് എ ജേഴ്സി ഇസ് പെർവാസീവ് ഇൻ മലപ്പുറം, ആൻ എംബോഡിഡ് സൈൻ ഓഫ് സർട്ടൻ സ്റ്റോറി ആൻഡ് സ്റ്റാറ്റസ്. ഫിഷർമാൻ ടു വിയേഴ്സ് എ ജേഴ്സി, എ ഡിസ്റ്റിങ്ക്ട് one from popular football jersey while going for fishing. Fisherman has another embodied sign too, a turban. അതൊരു തലക്കെട്ട് എപ്പോഴും അപ്പം അധികവും ടവലായിട്ടാണ് കെട്ടൽ, അല്ലെങ്കിൽ വേറെ തോർത്തോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ഒരു തലക്കെട്ട് അവർക്ക് എപ്പോഴും ഉണ്ടാവും. A fisher, Kunyibava and Kader will always have this turban on their head. I asked,
Why do you always tie a turban? To perform namaz, Kunjibaba responded instantly. Then he explained that if you are doing a job requiring physical strength, a tie on the head will help you. See, a fisherman has a particular skill and knowledge you don't know. Looking at the sea, we can sense when it will rain. From the late evening, there will be dew on the beach, Kadar claimed. He further elaborated that covering your head is necessary. It helps protect you from the cold and fever. I asked him if a fisherman was required to remove the turban while meeting an inlander long back. I vividly remember when I was a child. I went to a hotel with my father. I saw that Harijans would remove their turban when they saw others. They would not sit on the same bench. They would even sit on the ground. I have seen that. Kadar recounted. No. Not among the Hindus. I mean, was it a practice among Muslims? Were Muslims fishermen required to remove turban when they meet inland Muslims? I asked my question more obviously. No, Kunjibavan responded loudly, confused. Who told you this? I read somewhere. He did not understand it. Kunjibavan responded dismissively. See, when a fisherman work on the beach, the sun hit them directly, and having a turban on the beach help you protect from the heat. As one moves inland and goes to the shop, the purpose of the turban to protect them from the sunlight no longer exists. Then they will remove it. Kadar explained. The writer misunderstood it, added Kadar. He offered different interpretation and explanation and denied all possible interpretation of discrimination. ഇത് മുമ്പ് വന്നിട്ടുള്ള ഒരു ലിറ്ററേച്ചറിൽ ഉണ്ടായിരുന്നേരും ഒരു ഡിസ്ക്രിമിനേറ്ററി പ്രാക്ടീസിൻ്റെ ഉദാഹരണം എന്ന് പറഞ്ഞിട്ടുള്ളത് അവർ കോൺസ്റ്റൻ്റ് ആയിട്ട് എപ്പോഴും ഒരു തലയിലുണ്ടാവും. ഈ ഹിന്ദു കാസ്റ്റ് സിസ്റ്റത്തിൽ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അതായത് ദളിതരായിട്ടുള്ള ആൾക്കാർ അപ്പർ കാസ്റ്റ് വീട്ടിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ അവരെ കാണുമ്പോൾ അവർ ടർബൺ മാറ്റേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ആ സെയിം ലോജിക്കാണോ ഇവിടെ വർക്ക് ചെയ്യണം എന്നുള്ളത് മൂപ്പര് നെഗേറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ഇൻഫീരിയർ പൊസിഷനിൽ ഉണ്ടാവുന്ന ടർബൺ റിമൂവലല്ല, ഇത് ഒരു പ്രാക്ടിക്കാലിറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ ഇത് മാറ്റുന്നത്. ഒരു വേ ഓഫ് ക്രിട്ടിക്കൽ ഇതിനെ നോക്കുകയാണെങ്കിൽ ഒരു വേ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഇതൊരു കോമ്പൻസേറ്ററി ഡിസ്കോസ് ആവും. അതായത് മുമ്പ് കാലത്ത് അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പം മുമ്പ് അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു സ്റ്റോറി വേറൊരു എക്സ്പ്ലനേഷൻ കൊടുക്കണതാവും. അതിന് പോസ്റ്റ് ചെയ്തിട്ട് അവിടെ വെക്കും. രണ്ടാമത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് പോപ്പുലർ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഈ ഫിഷിംഗ് വില്ലേജ് അതായത് കോസ്റ്റൽ വില്ലേജിൽ ഫിഷിംഗ്കാരെ വളരെ അടുത്ത് തന്നെ ഫിഷിംഗ് ജോലി ചെയ്യാത്ത അല്ലെങ്കിൽ ട്രഡീഷണലി ഫിഷിംഗ് ജോലി ചെയ്യാത്ത മാപ്പിള കമ്മ്യൂണിറ്റികളുണ്ടാവും. അപ്പോൾ ഭയങ്കര പലതരത്തിലുള്ള കോണ്ടസ്റ്റേഷൻ ഉണ്ടാവും. അതിലൊന്നാണ് ഈ പുസ്ലാൻ എന്ന് പറഞ്ഞിട്ടുള്ള വേർഡിൻ്റെ കോണ്ടസ്റ്റേഷൻ. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എത്തനോഗ്രഫി. അതായത് ഈ ഫിഷിംഗ് കമ്മ്യൂണിറ്റിക്കാരെ ക്ലെയിം ആദ്യത്തെ മുസ്ലിം അപ്പു ആയിരുന്നു. ആ പോപ്പുലർ സ്റ്റോറിനെ ക്ലെയിം ചെയ്തിട്ടുള്ള കോണ്ടസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു എത്തനോഗ്രഫിയായി. Subaida is a wife of fisherman and active member of a Kudumbasri. It gave her the epithet Kudumbasri Subaida. Amina is a neighbor of Subaida and does not belong to the fishing community, which makes her an inlander living in the coastal village. Both are part of the same Kudumbasri. My sister and I met Amina in her home. She welcomed us and immediately started making tea for us. In between, my sister provided a brief overview of my research. Meanwhile, I quietly sat on the chair and now the tea is ready and she is ready to talk. She started her response with an acknowledgement of fishing communities' economic mobility. At the same time, she highlighted the differences. To elaborate her claim, she shared a conversation that happened between her and Subaida during a Kudumbasri meeting. Amina's version of account goes that Subaida claimed that it is the fishing community who embraced Islam first in Kerala, which is why they are known as Puslan, New Muslim. However, Amina contests Subaida's claim and explained to her that fishing community Muslim much later than everyone in Kerala, which is why they are called New Muslim, Puslan.
She further explained her point and told me that they had not studied Islam thoroughly. Understanding my confused face, she immediately provided an example. The fishing community will auction the fish on the beach, and they would take some of the fish to their home from the basket after they sold it, not before selling it, she emphasized. They are not properly aware about the halal and haq, she added. Amina claimed that fishing community is not concerned about halal, was an exact reversal of fishing community claim that fishing is the perfect halal job. It is not only the fishing community that subscribed to this claim. The Ustad, while requesting donation from fishing community, would highlight that fishing is very legitimate and halal job. Hence, contribution from fishing community are safe. അതായത് ഇവിടെ നടക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ക്ലെയിമാണ് നടക്കുന്നത്. അപ്പം ഈ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് നമ്മൾ ഫിഷിംഗ് കമ്മ്യൂണിറ്റിനെ അപ്രോച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും അതൊരു ഇൻഫീരിയർ പൊസിഷനിലാണ് അപ്പോൾ ഫിഷിംഗ് കമ്മ്യൂണിറ്റി നിലയ്ക്ക്. അതിൽ അവർ തിയോളജിക്കലി അവർക്ക് അണ്ടർസ്റ്റാൻഡിങ് ഇല്ല, അവർക്ക് ഇസ്ലാമിക് ട്രഡീഷനോട് ക്ലെയിം ചെയ്യാൻ അങ്ങനെ ഒരു സാധനമില്ല. കാരണം ഒരുപാട് ലേറ്റ് ആയിട്ടാണ് അത് ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ടായത്. ഇതുകൂടാതെ മൂന്നാമത്തെ വേർഷൻ ഓഫ് പുസ്ലാൻ ജീനിയോളജി ആദ്യം പറഞ്ഞിട്ടുള്ള അപ്പു അതായത് ബീച്ചിലുള്ള നിസ്കാരം കണ്ടിട്ടാണ് അപ്പു, അതായത് ആ വൺനെസ് എന്ന് പറഞ്ഞിട്ടുള്ള ഐഡിയ നിസ്കാരം കണ്ടിട്ട് അപ്പു ഭയങ്കര ആകർഷണമാവുകയും അപ്പോൾ അവിടെ നിന്നാണ് ഇസ്ലാം സ്വീകരിക്കുന്നത്. അപ്പോൾ ബീച്ചിലാണ് ആദ്യമായിട്ട് അത് പുസ്ലാൻ എന്ന് പറഞ്ഞിട്ടുള്ളത് പൂയി ഇസ്ലാം, അതാണ് കേരളത്തിൽ ആദ്യം ഉണ്ടായിരുന്നത്. ആ സ്ഥലത്തു നിന്നാണ് പിന്നീട് പുസ്ലാൻ എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് ഉണ്ടായതെന്നാണ് മൂന്നാമത്തെ സ്റ്റോറി. ആ സ്റ്റോറി വളരെ റിലേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പുവിൻ്റെ സ്റ്റോറിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ ഈ സ്റ്റോറി കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് സാധാരണ പ്രോഫറ്റിക് ജീനിയോളജിയാണ്, അല്ലെങ്കിൽ ഒരു നമ്മളെ സുപ്പീരിയർ സ്റ്റാറ്റസ് ക്ലെയിം ചെയ്യാനും പലപ്പോഴും പറയുന്നത്. പക്ഷെ ഇവർ അത് രണ്ടുമല്ല പറയുന്നത്. ഇവർ ഏത് മാപ്പിള കമ്മ്യൂണിറ്റി ആണെന്നുണ്ടെങ്കിലും ഫിഷിംഗ് കമ്മ്യൂണിറ്റി ആണെന്നുണ്ടെങ്കിലും അവരാണ് എപ്പോഴും എൻകൗണ്ടറിൽ എടുത്തെടുത്തിട്ടുണ്ടാകും. രണ്ട് കമ്മ്യൂണിറ്റിയും പറയുന്നത് ഇസ്ലാമിക് ട്രഡീഷൻ, അതായത് ഞങ്ങളാണ് ഇവിടെ ഇസ്ലാമിക് ട്രഡീഷനിലുള്ള ഓണേഴ്സ് അവരാണ്. അപ്പം ആ ക്ലെയിമിലാണ് അവർ രണ്ട് കമ്മ്യൂണിറ്റിയും സുപ്പീരിയർ പൊസിഷൻ അല്ലെങ്കിൽ ഫിഷിംഗ് കമ്മ്യൂണിറ്റി ആണെന്നുണ്ടെങ്കിൽ അവർ ഇൻഫീരിയർ പൊസിഷനെ നെഗേറ്റ് ചെയ്യണതും ഈ ക്ലെയിമുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ അർത്ഥം പുസ്ലാൻ എന്ന് പറഞ്ഞിട്ടുള്ള വിളി ഒരു സാധാരണ അതൊരു സ്ലറായിട്ടാണ് പോപ്പുലർ അണ്ടർസ്റ്റാൻഡിങ്ങിൽ. അതായത് മാപ്പിളായിട്ടുള്ള ഒരാൾ പുസ്ലാൻ എന്ന് വിളിക്കുമ്പോൾ അതൊരു മോശം രീതിയിലാണ് അതിന് മനസ്സിലാക്കൽ. ആ സാധനം എപ്പോഴും ഉണ്ട്. ഞാൻ എൻ്റെ എത്നോഗ്രഫിക് അക്കൗണ്ട് വായിക്കാം. In fact, the word Puslan still holds the capacity to irritate the fishing community. Abu Bakr, also known as Abu Bakr, in his 15s and usually spent his days on the beach at home and masjid. I often meet Abu Bakr Kaka on the beach and accompany him to masjid. I ask him whether someone called him Puslan make him sad. Nobody calls fishing community that name now. Long back, maybe 50 or 20 years ago, some ignorant inlander had called me, and I beat at least 3 people on their face for calling me Puslan. Abu Bakr Kaka says, then what happened? I asked curiously. They were in pain. What else could happen? Abu Bakr Kaka responded. Did they try to fight back? I probed. Nope, they don't dare to do that. Abu Bakr Kaka says, and he continues. Days later, I asked them for forgiveness. Abu Bakr Kaka proves that bodily superiority of the fishing community. അതായത് അടുത്ത സെക്ഷനിൽ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് എൻ്റെ അല്ലെങ്കിൽ എൻ്റെ ഫീൽഡ് എത്നോഗ്രഫിക് നോട്ടുള്ളത്, അതായത് ഒരു ഭയങ്കര പവർഫുൾ ബോഡിയാണ് ഫിഷിംഗ് കമ്മ്യൂണിറ്റിക്കുള്ളത്. അപ്പോൾ ആ ബോഡി എങ്ങനെയാണ് ഈ സ്റ്റാറ്റസിനെ ഇപ്പോൾ വേറൊരു തരത്തിൽ ഇപ്പോൾ ഈ കാസ്റ്റ് വയലൻസുമായി ബന്ധപ്പെട്ടിട്ട് ഇൻഫീരിയർ ആയിട്ടുള്ള ഒരാളെ അടിച്ചു കഴിഞ്ഞാൽ തിരിച്ചടിക്കാനുള്ള ഒരു സെറ്റപ്പ് ആ ഇൻഫീരിയർ കാസ്റ്റിലുള്ള ആൾക്കാർക്ക് ഉണ്ടാവില്ല. ഇപ്പോൾ ഈ ഇൻഫീരിയർ ലോജിക്കിലാണ് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ അത് ഫിഷിംഗ് കമ്മ്യൂണിറ്റിയുടെ ആളെ ഒരിക്കലും ഫിസിക്കലി മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ആൾക്ക് അടിച്ചു തോൽപ്പിക്കാൻ പറ്റില്ല. അതായത്
ഈ ക്ലെയിമിന് വളരെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു വശം കൂടിയുണ്ട്. അതായത് ഒരു പെർഫോമറ്റിക് അട്ടറൻസ് ആണ്. അതായത് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര കൺട്രോൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുള്ള രീതിയിൽ ഇപ്പോൾ ഈ കോവിഡ് വന്ന സമയത്ത് ഗവൺമെൻറ് മിലിറ്ററി അയച്ചത് ഒരു കോസ്റ്റൽ വില്ലേജിലായിരുന്നു. അപ്പോൾ അതിന് ജസ്റ്റിഫൈ ചെയ്തിട്ട് അവർ പറഞ്ഞത് കൺട്രോൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്, അപ്പം മിലിറ്ററി ഇൻ്റർവെൻഷൻ ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഫിസിക്കൽ സുപ്പീരിയോറിറ്റിക്ക് നമ്മൾ അതിനെ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു പ്രശ്നം അതിനുണ്ട്. പക്ഷെ എന്നാലും എവരുടെ സ്ഥാനത്തിൽ ഇവരിപ്പോഴും പറയണത് അവരിപ്പോഴും പറയണമെന്ന് മാത്രമല്ല, അത്തരത്തിലുള്ള പല ഉദാഹരണങ്ങളുണ്ട്. അവരെപ്പോഴും പറയില്ല അവരുടെ ബോഡി ഭയങ്കര വാലറൈസ്ഡ് ബോഡിയാണ്, ഒരു മാസ്കുലിൻ വാലറൈസ്ഡ് ബോഡിയാണ്. ആ ബോഡിനെ മെയിൻലൈൻ മാപ്പിള മുസ്ലിംസിന് തോൽപ്പിക്കാൻ ഇപ്പോൾ ഫുട്ബോൾ കളി ആവട്ടെ എന്ത് സാധനം ആണെന്നുണ്ടെങ്കിലും ഫിഷിംഗ് ആയിട്ടുള്ള ആൾക്കാരെ അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റിത്തെ ആൾക്കാരെ ബോഡി ഭയങ്കര വാലറൈസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സാധനം. ദ വൺ ഹൂ ബാത്ഡ് ഇൻ ദ ഓഷ്യൻ എ സിഗ്നിഫയർ ആണ് അതിൻ്റെ ടൈറ്റിൽ. ജിസ്ന ആൻഡ് ഐ met Hamza at his tea shop at Wakad Beach on a rainy day. Hamza is in 60s and is a Gulf returnee who resumed fishing. A couple of years ago, he had a heart attack and he started new shop at Wakad and stopped going fishing. The beach was relatively empty and silent. I appreciate the silence. There was no intruder. Indeed, a blessing for an uninterrupted conversation. I ordered a tea and we started talking about his days in the Gulf and the reason behind his eventual return home. Hamza was a shopkeeper there. I had a fight with a troubling customer and eventually returned to Kerala. Hamza recounted. I grew up bathing in the ocean. You won't be able to hold up to me. I warned the customer who came to buy the soap and started making trouble in the shop. Hamza recalled. He used to regularly come and disturb the atmosphere, misplace the goods, and treat us without dignity. Hamza clarified. He recollected his experience as a shopkeeper at one of the shopping malls in Abu Dhabi. Hamza claims, grew up bathing in the ocean piqued my curiosity. It is a signifier, a claim to higher self, a collective characteristic of fishing community. Does bathing in the ocean make you stronger? I asked. Yes, what is the doubt in it? You know, even Pannikadan family was defeated on the beach. തിരൂർ ഏരിയയിൽ നിന്ന് വരുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഫാമിലി ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഫാമിലി ഭയങ്കര വമ്പന്മാരുണ്ടായിരുന്നു. ഇതിൻ്റെ മുമ്പ് മിഞ്ഞാന്ന് ഈ ബോഡി സുപ്പീരിയോറിറ്റിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ബോഡിനെ പറ്റിയിട്ട് വർത്താനം പറയുന്ന സമയത്ത് ബദർത്ത പാട്ടല്ലേ, വമ്പന്മാരുണ്ടെങ്കിൽ ഞാനൊന്ന് കാണട്ടെ. അപ്പോൾ അവിടുത്തെ ഒരാൾ ആ പാട്ടാ പാടിയത്. അതായത് അതേപോലെയാണ് തീരദേശം. ഏത് വമ്പന്മാരും ഇവിടെ വന്നാലും അവരെ ഞങ്ങൾ തോൽപ്പിക്കും, അല്ലെങ്കിൽ അവർക്ക് ഇവിടെ നിൽക്കാൻ പറ്റൂല, അങ്ങനെയുള്ള രീതിയിലായിരുന്നു അയാൾ പറഞ്ഞത്. There was a well-known Indian family in Tirur for their bravery and wealth. Hamza proudly claimed. The valorization of the fisher's body is real. Indian Muslims also acknowledge the same. For instance, one of the common metaphor to describe the mighty hand of the fisher is the hands that throw the net. The valorization has implication in everyday life. An inlander would be cautious and avoid any confrontation with the fishing community. You could see a good number of fishers quit their job in the Gulf and come back to the fishing because it is difficult to work under an authority. Hamza continued his conversation. Once you have worked as a fisherman, it is tough to work under someone. Hamza elaborated. Fishing gives you some independence, he added. The autonomy was something fishermen cherished. ഈ സാധനം പല ആൾക്കാരും ജോലി വേറെ സ്ഥലത്തു നിന്ന് നിർത്തിപ്പോരണേന് വേറൊരാൾ അണ്ടറിൽ വർക്ക് ചെയ്യണത് ഭയങ്കര പ്രശ്നമാണ്, നമ്മൾക്ക് പറ്റാത്തൊരു കാര്യമാണെന്നുള്ള രീതിയിൽ. അത് ഇൻലൻഡ് ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെയാണ് ടൈം ചെയ്തിട്ടുള്ളത്. അവരെ ബോഡി അങ്ങനെയാണ്, അവർക്ക് വേറൊരാൾ അതോറിറ്റി അക്സെപ്റ്റ് ചെയ്യണതിന് പ്രശ്നമില്ല. പക്ഷെ ഫിഷിംഗ് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ആ ഓട്ടോണമി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് വേറൊരാൾ കീഴിൽ വർക്ക് ചെയ്യൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ജോലി ഒഴിവാക്കുകയാണെന്നാണ് പല ആളുകളും കാരണം.
Does fishing community experience discrimination from the inland Muslims? I asked him explicitly. There was some problem. Now things have changed. The children from here have also started going to school and college, and they fall in love with inland children, get married, and lead a happy life there. Hamza Sheikh. He used the word Malayalam word Lohiyam Kuduga to refer to falling in love. The word Loham Kuduga actually means having a conversation or a friendly talk. It is the same word most of my fishing community uses to tease me because my wife belongs to Talasheri, a place far from my village. And they believe that my marriage is also result of Lohim Kuduga. The choice of word Lohim Kuduga deserves special attention here. It implies that conversation will bridge the distance and open the possibility of new relationship. The absence of such possibilities of conversation was the reason for not having the wedding between inlander and fishing community. Then when the inlanders migrated to the Gulf, they saw the Arab engaged in fishing and they understood that the fishing is not a bad job. Hamza clarified. He admirably and seamlessly equated the fishing community with Arabs who enjoy superior position with respect to the Indian Muslims. ഇതിൻ്റെ ഒരു ഭാഗം കൂടി ഈ ബോഡിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയൊരു പോർഷനും കൂടി വായി. Moidu, a fisherman in his 40, intervened in the discussion of body attributes of fishermen and rhythmically shares that Samudram is a place of sammardam, pressure. He further claims that this pressure enters your body and fishermen react first through bodily action, not through dialogue. He uses the Malayalam word malliduga, poraduga, fight with to describe the fishing activity in the ocean. Further claim that bodily attributes are the primary reason for agalcha, social boundary between fishing and inland community. The social boundary is a result of inland community's fear of fishermen. Moidu state with a laugh. ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ പ്രിമൈസിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലാണ് ഈ എല്ലാ അനക്ഡോട്ട്സുകളും ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ആ പ്രിമൈസിലുള്ള ഒന്ന് ഇൻഫീരിയർ സുപ്പീരിയർ പൊസിഷനും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കല്യാണ ബന്ധങ്ങൾ പലപ്പോഴും ഉണ്ടാവാറില്ല. ഈ കല്യാണ ബന്ധങ്ങൾ പലപ്പോഴും ഉണ്ടാവാറില്ലെന്നുള്ളത് വളരെ ശരിയാണ്. എക്സെപ്റ്റ് ലവ് മാരേജ്, അല്ലാത്ത കല്യാണങ്ങൾ ഇപ്പോഴും നടക്കുന്നില്ല. പക്ഷേ അത് ഒരു ഫുൾ സ്റ്റോപ്പായി മാറുമ്പോൾ അതിൻ്റെ അപ്പുറത്ത് കല്യാണം നടക്കാത്തപ്പോൾ ബാക്കി എന്തൊക്കെ വർത്തമാനങ്ങളാണ് അവിടെ നടക്കുന്നത്, അല്ലെങ്കിൽ ഈ കല്യാണം നടക്കാത്തതുകൊണ്ട് എന്ത് തരത്തിലുള്ള കോൺവെർസേഷനുകളാണ് ഇവർ തമ്മിൽ നടക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള എക്സ്പ്ലോറേഷൻ ഈ ആർഗ്യുമെൻ്റ് അവിടെ നിർത്തിക്കളയും. അപ്പോൾ അതിൻ്റെ അപ്പുറത്തുള്ള ഒരു അനക്ഡോട്ടും കൂടി വായിച്ചതിന് ശേഷം ഞാൻ എൻ്റെ ഫീൽഡിലോട്ട് പ്രസൻറ്റ് ചെയ്ത് നിർത്തും. വെഡ്ഡിങ്. I reached the beach. ഒരു മിനിറ്റ്. I reached the beach a little late, and there were 5 of them sitting on the beach, inside the newly built shed on the beach. Khalid, Abubakar, Latif, Moidu, and Musa. I conveyed my salam. I joined the group. All of them were familiar faces, and they all know me. They are all childhood friends and spend time on the beach after the Asr prayer. Musa does not belong to the fishing community. Yes, the Lihkaran has come. Moidu announced my arrival. I did not have a place to sit, so I stood quietly, leaning my body against one of the pillars of the shed. The conversation were replete with gossip, comments about beach square and the accumulation of plastic on the beach. As our conversation was progressing, Baba, a fisherman, was passing by, and he appeared sad and pale. Baba is becoming more vulnerable and very much tensed about his girl's marriage prospect, Latif commented. How old is she? Asked Musa. She might be 29 or 30, responded Khalid. If a Muslim girl is not married off and crosses the marriageable age, then 40 neighboring houses will be subjected to the wrath of Allah. It is a collective responsibility, Khalid claimed. No, who told you this, Khalid? Do not say things you are not sure of. Musa intervened to correct him.
It is the dog. If a Muslim house is domesticating a dog, then 40 neighboring houses will be subjected to the wrath of Allah. Musa rectified. Khalid refused to believe Musa and stick to his argument. I am not making this up, Khalid reiterated. Then you should tell this to Masjid committee to intervene, Musa suggested. They are not interested in marriage. The academic literature suggests that marriage between Indian and coastal Muslims is nearly zero. Intriguingly, Khalid did not complain or claim that Indian Muslims are not interested in the marriage alliance with fishing community. On the other hand, through his curious invocation of religious command, he develops a claims that fishing community shares a kinship relation and responsibility with Indian Muslims. And Musa, an Inlander, also shares this kinship responsibility. ഇവിടെ എന്തുണ്ടാവുക വെച്ചാൽ ഈ ബന്ധത്തിൻ്റെ അപ്പുറത്ത് അവർ പാറ്റി എന്ന് പറഞ്ഞിട്ടുള്ള അതായത് മുസ്ലിംസിനുള്ള സോഷ്യൽ ഒബ്ലിഗേഷൻ പാറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഡിയനെയാണ് മൂപ്പര് യൂസ് ചെയ്യണത്. അതായത് ഇൻലൻഡ് ആയിട്ടുള്ള ആൾക്കാർ അവർ റിലീജിയസ് ഡ്യൂട്ടി ചെയ്യണില്ല, അത് കല്യാണം കഴിച്ചു കൊടുക്കുക എന്നുള്ളത് അവിടെ താമസിക്കണ അയൽവാസികളായിട്ട് 40 ആൾക്കാരെ ബാധ്യതയാണ്. അവർ ആ ഡ്യൂട്ടി ചെയ്യണില്ല എന്നുള്ളതായിരുന്നു മൂപ്പര കംപ്ലൈൻറ്റ്. ഇത്തരം പറഞ്ഞിട്ട് ഞാൻ നിർത്തി. മനസ്സിലാവില്ലേ? അത് മനസ്സിലായില്ല വായിച്ച ആർക്കെങ്കിലും എന്തെങ്കിലും ഈ പേപ്പർ എങ്ങനെ ഡെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള ക്വസ്റ്റ്യനാണ് വീണ്ടും ഫീൽഡിൽ നിന്ന് ചോദിക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് ലിറ്ററേച്ചറാണ് ഞാൻ കൺസൾട്ട് ചെയ്യേണ്ടത്, എന്ത് തരത്തിൽ, അല്ലെങ്കിൽ ഞാൻ വായിച്ച വായന തെറ്റാണ്, ഇങ്ങനെയല്ല വേറെ രീതിയിലായിരുന്നു ഇതിനെ കാണേണ്ടത്, എന്ത് തരത്തിലുള്ളതാണെന്നുണ്ടെങ്കിലും പറയാം. ഞാൻ ഈ സാധനം എഴുതുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു അംബീഷ്യസ് സാധനം ജോയിലിൻ്റെ ഒരു വർക്കുണ്ട്, ഹലാൽകോർ ജീനിയോളജി എന്ന് പറഞ്ഞിട്ട്. അതായത് ഹലാൽകോർ ഒരു സ്കാവഞ്ചിങ് കമ്മ്യൂണിറ്റിയാണ് UP-യിലുള്ള. അവരെ പറ്റിയിട്ട് അതിൻ്റെ ജീനിയോളജിയുമായി ബന്ധപ്പെടുത്തിയിട്ട് മൂപ്പര് ഒരു സാധനം, ഒരു എത്തിക്കൽ ക്ലെയിം ആ കമ്മ്യൂണിറ്റി നടത്തുന്നുണ്ട്. അതായിരുന്നു എൻ്റെ ഒരു അംബീഷ്യസ്. അതുപോലെ ഡെവലപ്പ് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇതിൻ്റെ ഫീൽഡിനോട്ട് മാത്രം ആ വർക്ക് വായിക്കുന്നത് വളരെ നല്ലതാണ്.